കാതികയല്ല കലാകാരിയല്ല ഞാൻ, കേവലം നിങ്ങളെ പോലെ മാത്രം. കാതികയല്ല കലാകാരിയല്ല ഞാൻ, കേവലം നിങ്ങളെ പോലെ മാത്രം. സഹോദരി, ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയിൽ ഒരുപക്ഷെ ശരിയേക്കാൾ കൂടുതൽ തെറ്റുകളായിരിക്കും. അതെല്ലാം എന്നോട് സദയം ക്ഷമിച്ച് ഈ പരിപാടിയുടെ ആദ്യാവസാനം വരെ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഇസ്രായേൽ ജനത എന്നും സത്യദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നവരായിരുന്നു. പരമാകാരുണ്യവാനായ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് പലപ്പോഴും അവർ പാടുക പതിവായിരുന്നു. നിത്യനും ശക്തനുമാണു ദൈവം, സത്യത്തിൽ പൊൻവിളക്കാണു ദൈവം, സ്നേഹപരിമളമാണു ദൈവം, കാരുണ്യപ്പാൽക്കടലാണു ദൈവം. ഇസ്രായേൽ ജനതയുടെ ദൈവസ്നേഹം വിളിച്ചറിയിക്കുന്ന ഒരു കൊച്ചു കഥ, ഒരു മനോഹരമായ കഥ. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിൽ നിന്നും അടർത്തിയെടുത്ത അതിവീരോജ്വലമായ ഒരു കഥ. അതെ, ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേര് 3 വീരന്മാർ. അതെ, ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേര് 3 വീരന്മാർ. തന്നെ വിശ്വസിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടിയാറില്ല. സകല ആപത്തുകളിൽ നിന്നും ദൈവം അവരെ കാത്തു രക്ഷിക്കുന്നു. ദൈവവിശ്വാസം വിളിച്ചു ചൊല്ലും ഇക്കഥ സൽക്കഥ കേട്ടുകൊള്ളിൻ. ബാബിലോൺ രാജ്യത്ത് പണ്ടൊരിക്കൽ ഉണ്ടായൊരു കഥ കേട്ടുകൊള്ളിൻ. ക്രിസ്തുവിന്റെ ജനനത്തിന് വളരെ മുമ്പാണ് ഈ കഥ നടക്കുന്നത്. നമ്മുടെ കഥ നടക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇവിടെയെങ്ങുമല്ല, അങ്ങ് ബാബിലോണിൽ. അന്ന് ബാബിലോൺ രാജ്യം ഭരിച്ചിരുന്നത് വീരശൂര പരാക്രമിയായ നെബൂഖദ്നേസർ രാജാവായിരുന്നു. ഒരിക്കൽ രാജാവ് അതിമനോഹരവും പരിപാവനവുമായ ജെറുസലേം നഗരം പിടിച്ചടക്കാൻ പുറപ്പെട്ടു. നഗര കവാടം തകർത്തു വേഗം ബാബിലോൺ സൈന്യം കുതിച്ചു കേറി, കോട്ടകളൊക്കെയും ചാമ്പലാക്കി, നാട്ടിലെ വീരന്മാർ കയ്യിലായി. ജെറുസലേമിലെ ചുണക്കുട്ടികളായ പലരെയും അവർ പിടിച്ചു കെട്ടി. കൂലിപ്പട്ടാളക്കാർ അവരെയെല്ലാം വലിച്ചിഴച്ച് ബാബിലോണിലേക്ക് കൊണ്ടുവന്നു. അക്കൂട്ടത്തിൽ നമ്മുടെ കഥയിലെ ദാനിയേലിന്റെ സുഹൃത്തുക്കളായ 3 വീരന്മാരും ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ശദ്രക്, മേശക്, അബേദ്നെഗോ. കേമനാണെങ്കിലും ചക്രവർത്തി മൂഢവിശ്വാസിയുമായിരുന്നു. അന്ധവിശ്വാസങ്ങൾ നാട്ടിലെങ്ങും കൊടികുത്തി നന്നായി വാണിരുന്നു. അക്കാലത്ത് ബാബിലോണിലെ ജനങ്ങൾ വലിയ അന്ധവിശ്വാസത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. രാജാവാകട്ടെ ദേവന്മാരെ പൂജിക്കുന്നതിൽ മുൻപനായിരുന്നു. അതാ അങ്ങോട്ട് നോക്കൂ, ഒരു ദേവന്റെ വിഗ്രഹം കാണുന്നില്ലേ? അതും ഒരു സ്വർണ്ണ വിഗ്രഹം. നെബൂഖദ്നേസർ രാജാവ് താൻ കണ്ട സ്വപ്നത്തിന്റെ ഫലമായി നിർമ്മിച്ച ഒരു സ്വർണ്ണ വിഗ്രഹമാണത്. ആ വിഗ്രഹത്തിന് 60 മുഴം ഉയരവും 6 മുഴം വണ്ണവും ഉണ്ടായിരുന്നു. ബാബിലോൺ രാജ്യത്തിന്റെ നടുവിൽ ശക്തനാണെന്ന മട്ടിൽ തലയെടുപ്പോടെ നിൽക്കുകയാണ് ബാബിലോൺ ദേവന്റെ പ്രതിമ. അങ്ങനെ ഇരിക്കെ രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. കൊമ്പ്, കുഴൽ, കിന്നരം, അങ്ങനെ സകലവിധ വാദ്യനാദങ്ങളും കേൾക്കുമ്പോൾ ബാബിലോൺ നിവാസികളെല്ലാം ആ ദേവന്റെ മുൻപിൽ താഴെ വീണ് വന്നിക്കണം. ആരെങ്കിലും അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. ഇതായിരുന്നു രാജാവിന്റെ വിളംബരം. ഈ വിളംബരം കാട്ടുതീ പോലെ പടർന്നു. ജീവനിൽ കൊതിയുള്ള സകലമായ മനുഷ്യരും സകലവിധ വാദ്യനാദങ്ങളും കേൾക്കുമ്പോൾ ആ ദേവന്റെ മുമ്പിൽ താഴെ വീണ് നമസ്കരിച്ചു. എന്നാൽ ബാബിലോൺ ജെറുസലേമിൽ നിന്നും തടവുകാരായി വന്ന 3 വീരന്മാർ മാത്രം ആ കൽപ്പന അനുസരിച്ചില്ല. ഇതെങ്ങനെയോ രാജാവിന്റെ ചെവിയിലെത്തി. ഇത് കേട്ട ഉടനെ രാജാവ്, പല്ലുകളെല്ലാം ഞെരിഞ്ഞമർന്നു, കണ്ണുകൾ തീപ്പന്തമായി മാറി. പല്ലുകളെല്ലാം ഞെരിഞ്ഞമർന്നു, കണ്ണുകൾ തീപ്പന്തമായി മാറി. സിംഹത്തിൻ മാതിരി അങ്ങുമിങ്ങും ഗർജിച്ചുകൊണ്ടു നടന്നു മന്നൻ. സിംഹത്തിൻ മാതിരി അങ്ങുമിങ്ങും ഗർജിച്ചുകൊണ്ടു നടന്നു മന്നൻ. രാജാവ് ചോദിച്ചു, എന്ത്? നമ്മുടെ കൽപ്പന അനുസരിക്കാൻ അവർക്ക് സാധ്യമല്ലെന്നോ? അതേ പ്രഭു, നമ്മുടെ കൽപ്പന അവർ പുല്ലുപോലെ തള്ളിക്കളയുന്നു.
ഇത് കേട്ട രാജാവ് കോപം കൊണ്ട് വിറച്ചു. കേട്ടവർ ഞെട്ടിത്തെറിച്ചു പോയി, കൊട്ടാരം പോലും വിറച്ചു പോയി. ബാബിലോൺ വാഴുന്ന മന്നവേന്ദ്രൻ തീക്കനൽ പോലെ ജ്വലിച്ചു നിന്നു. അതെ, രാജാവ് തീക്കനൽ പോലെ ജ്വലിച്ചു നിന്നു. രാജാവ് ചോദിച്ചു, എന്ത്, നമ്മുടെ ദേവനെ പൂജിക്കാൻ അവർക്ക് സാധ്യമല്ലെന്നോ? അതേ പ്രഭു, അവർക്ക് പൂജിക്കാൻ വേറെ ദൈവമുണ്ടത്രേ. വേറെ ദൈവമോ? നമ്മുടെ ദേവന് പുറമെ ഇന്നാട്ടിൽ മറ്റൊരു ദൈവമോ? ഉടൻ തന്നെ രാജാവ് കൽപ്പിച്ചു, ആരവിടെ? ആ ധിക്കാരികളെ പിടിച്ചു കെട്ടി നമ്മുടെ മുൻപിൽ ഹാജരാക്കൂ. നിമിഷങ്ങളോടി മറഞ്ഞു നീങ്ങി, ഉൾക്കണ്ടയെങ്ങും നിറഞ്ഞു തിങ്ങി. 3 യുവാക്കളെ കണ്ടു കിട്ടാൻ കൊട്ടാര സേവകർ പാച്ചിലായി. ഒട്ടും താമസിക്കാതെ ആ 3 യുവാക്കന്മാരും രാജസേവകന്മാരുടെ പിടിയിലായി. അവരെ രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കി. ഒട്ടും പതറാതെ 3 പേരും സാദരം രാജന്റെ മുൻപിൽ നിന്നു. എന്തു കൽപ്പിച്ചാലും സ്വീകരിക്കാൻ തയ്യാറെടുത്തവർ നോക്കി നിന്നു. രാജാവ് അവരെ അടിമുടി സൂക്ഷിച്ചെന്ന് നോക്കി. യൗവനത്വം തുളുമ്പുന്ന 3 യുവ കോമളന്മാർ, ചൈതന്യമോളം വെട്ടുന്ന മുഖം, ഭയലേശമില്ലാത്ത കണ്ണുകൾ, എന്തും നേരിടാൻ തയ്യാറാണെന്ന മട്ടിൽ ചങ്കുറപ്പോടെയുള്ള നിൽപ്പ്. രാജാവ് ചോദിച്ചു, എന്ത്, നമ്മുടെ ദേവനെ പൂജിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ലെന്നോ? അതേ പ്രഭു, ഞങ്ങൾ സത്യദൈവത്തെ അല്ലാതെ മറ്റാരെയും പൂജിക്കില്ല. ഇത് കേൾക്കേണ്ട താമസം. രാജാവ് അലറി, ആരെവിടെ? ഈ ധിക്കാരികളെ വരിഞ്ഞു കെട്ടി എരിയുന്ന തീയിലേക്ക് എറിയുവിൻ. കൊട്ടാര സേവകരോടിയെത്തി 3 പേരെയും വരിഞ്ഞു കെട്ടി. ഒട്ടും പതറാതെ 3 പേരും സാദരം നിന്നു സമോദമോടെ. ഉടൻ തന്നെ രാജസേവകന്മാർ അവരെ വരിഞ്ഞു കെട്ടി എരിയുന്ന തീച്ചൂളയിലേക്ക് എറിഞ്ഞു. തീച്ചൂള വീണ്ടും ഉയർന്നു പൊങ്ങി, കാണികൾ പേടിച്ചു കണ്ണു പൂട്ടി. 3 യുവാക്കളും തീക്കനലിൽ ഒത്ത നടുവിലായി ചെന്നു വീണു. അവർ പിടഞ്ഞു ചാകുന്നത് നേരിൽ കാണുന്നതിന് വേണ്ടി രാജാവും രാജസേവകന്മാരും തീച്ചൂളയ്ക്ക് സമീപം നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, അവർക്കൊന്നും സംഭവിച്ചില്ല. ഒരു ദിവ്യ തേജസ് അവരുടെ സമീപത്തേക്ക് വരികയും അവരുടെ ബന്ധനങ്ങൾ മാറ്റുകയും തീച്ചൂളയുടെ പൊള്ളലേൽക്കാതെ അവരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. ഇത് കണ്ട് വമ്പനം ചക്രവർത്തി ഇടിയേറ്റ പോലെ തരിച്ചു നിന്നു. കാണുന്നതൊക്കെയും സത്യമാണോ? സത്യദൈവത്തിന്റെ ലീലയാണോ? ചക്രവർത്തിക്ക് തോന്നി ആ തീച്ചൂളയിൽ 3 പേർക്ക് പകരം 4 പേരുണ്ടെന്ന്. രാജാവ് ആ തീച്ചൂളയ്ക്ക് സമീപത്തേക്ക് നടന്നു ചെന്നു. എന്നിട്ട് ആ 3 വീരന്മാരോടായി പറഞ്ഞു, എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഞാൻ സത്യദൈവത്തിനെ കണ്ടെത്തിയിരിക്കുന്നു. ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോയുടെയും ദൈവം സർവശക്തൻ. ഉടൻ തന്നെ രാജാവ് വിളംബരം പുറപ്പെടുവിച്ചു. പല ദേവന്മാരെയും തച്ചുടപ്പിൻ, വിഗ്രഹമൊക്കെയും തച്ചുടപ്പിൻ, അന്ധവിശ്വാസങ്ങൾ മാറ്റിവെപ്പിൻ, സത്യദൈവത്തിനെ കൈവണങ്ങിൻ. രാജാവ് അവരോട് പറഞ്ഞു, എന്റെ തെറ്റുകളെല്ലാം എനിക്ക് സർവ്വതും മനസ്സിലായി. നിങ്ങളുടെ സത്യദൈവത്തെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇനിമേൽ നാം ദേവന്മാരെ പൂജിക്കുകയില്ല. നമ്മൾ ആരും തന്നെ ദേവന്മാരെ പൂജിക്കേണ്ടതില്ല. സർവശക്തനായ ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം. നമ്മുടെ 3 വീരന്മാരോടും നമ്മുടെ രാജാവിനോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് നമുക്ക് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കാം. നിത്യനും ശക്തനുമാണു ദൈവം, സത്യത്തിൽ പൊൻവിളക്കാണു ദൈവം, സ്നേഹപരിമളമാണു ദൈവം, കാരുണ്യ